മാവേലിയോടൊപ്പം എന്ന പ്രോഗ്രാമുമായിട്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂരിലെ കാർഷിക വികസന ബാങ്കിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഈ ബാങ്കിൻ്റെ പ്രസിഡന്റ് ഗോവിന്ദൻ സാർ ഞങ്ങളോടൊപ്പം ചേരുകയാണ്. അതോടൊപ്പം തന്നെ പ്രിൻസ് സാറും ഞങ്ങളോടൊപ്പം ചേരുകയാണ്. രണ്ടുപേർക്ക് ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ് രണ്ടുപേർക്ക്. കാരണം മാവേലി കൂടെ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരുമയുടെയും കാർഷിക മേഖലയുടെ ഒരു ആഘോഷം കൂടിയാണ് ഈ ഓണം എന്നൊക്കെ പറയുന്നത്. കാലഘട്ടങ്ങളൊക്കെ മാറി പണ്ടൊക്കെ ഒരു കൂട്ടായ്മകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും പയ്യന്നൂർ നാടെന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിലൊക്കെ ഒരുപാട് അഭിവൃദ്ധിയുള്ളൊരു സ്ഥലം കൂടിയാണ് പയ്യന്നൂരിൻ്റെ നാട്. ബാങ്ക് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു കാർഷിക വികസന ബാങ്ക് ആരംഭിച്ചിട്ട് ഇപ്പോൾ ഇവിടെ പയ്യന്നൂർ ആരംഭിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും സാർ? നമ്മൾ ആദ്യം തളിപ്പറമ്പ് ബാങ്കായിരുന്നു. ഇപ്പോൾ അത് പയ്യന്നൂർ താലൂക്ക് വന്നതോടുകൂടി 1/4/2020 ബാങ്ക് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. പയ്യന്നൂർ പ്രവർത്തനം ആരംഭിച്ചത്. ഇതിൻ്റെ പ്രവർത്തനം എഴുതി പയ്യന്നൂർ താലൂക്കാണ്. നമുക്ക് നിലവിൽ 4 ബ്രാഞ്ചുകളാണുള്ളത്. ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം, പയ്യന്നൂർ, എരിപുരത്തൊരു ബ്രാഞ്ച് കൂടെ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഓണത്തോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഒരു പയ്യന്നൂരിൻ്റെ കാർഷിക വികസന സ്വപ്നങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഇപ്രാവശ്യം? കാരണം ഈ ഒരു ഓണക്കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കോവിഡൊക്കെ മാറിയതിന് ശേഷമുള്ള ഒരു ഓണക്കാലഘട്ടത്തിൽ ജനങ്ങളുടെ ഒരു നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയെ കുറച്ച് മെച്ചപ്പെട്ട് വരുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ തന്നെ റോഡിലെ തിരക്കും മറ്റ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൊതുവെ മാറ്റം വന്നിട്ടുണ്ട്. പഴയ രീതിയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ ഓണക്കാലഘട്ടത്തിൽ നമ്മൾ ബാങ്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ? ഓണത്തിന് ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. സാധാരണ കാർഷിക നമ്മൾ സാധാരണ പരമ്പരാഗത രീതി ചെയ്യുന്ന രീതിയുള്ളൂ. ലോൺ കൊടുക്കുക, ലോൺ പിരിക്കുക, അതുപോലുള്ള കാര്യം. അതിന് പുറമെ നമ്മൾ ഇതിൻ്റെ വട്ടുപ്പാവിലെ എല്ലാ വർഷവും എന്തെങ്കിലും കൃഷി ചെയ്യലുണ്ട്. ഇപ്രാവശ്യം ചെണ്ടുമല്ലി കൃഷിയാണ്. മറ്റതിനു മുമ്പ് പിന്നെ കോളിഫ്ലവറും അതുപോലുള്ള കേബേജ് ഇതുപോലുള്ള കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ സെക്രട്ടറി പ്രിൻസ് തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. പലതും സ്വയം തന്നെ ചെയ്തിട്ടാണ് വരുന്നത്. നല്ല രീതിയിൽ വരുന്നുണ്ട്. ഈ പൂക്കൃഷിയെല്ലാം വന്ന് അത് ലാഭകരമായി തന്നെ ചെയ്യാനും കഴിയുന്നുണ്ട്. കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. നിറഞ്ഞ ഓണാശംസകൾ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇത്രയും കാലം ഞങ്ങളുടെ കണ്ണൂർ വിഷനുമായി ബന്ധപ്പെട്ട് സഹകരിച്ചവർക്ക് കാർഷിക വികസന ബാങ്കിന് കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ഞങ്ങളുടെ ഒരു സ്നേഹ ഉപഹാരം നൽകുകയാണ് ഈ ഒരു അവസരത്തിൽ. മാവേലി എങ്ങനെ കാർഷിക മേഖലയിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണോ? അതെ ചെയ്യാറുണ്ട്. കൃഷി വികസനത്തിന് വേണ്ടിയിട്ട് ലോണൊക്കെ കിട്ടുന്നുണ്ടല്ലേ? പാതാളത്തിലൊരു കൃഷി നടത്തിയാലോ? അവിടെ തുടങ്ങിയാൽ വരാൻ തയ്യാറാണ്. പക്ഷേ പാതാളം തന്നെ ഇതിൻ്റെ അതിർത്തിയിൽ വരണം. പയ്യന്നൂർ താലൂക്കിലെ അതിർത്തിയിൽ വരണം. പയ്യന്നൂർ പാതാളം പയ്യന്നൂർ പാതാളം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര വേണമെങ്കിലും നമുക്ക് ലോണ് സൗകര്യങ്ങൾ ആ കൃഷിയുടെ ഇതനുസരിച്ച് കൃത്യമായിട്ട് ലോണ് തരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനൽ നൽകുന്ന ഒരു സ്നേഹ ഉപഹാരമാണ്. ഓക്കെ, സന്തോഷം സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. പയ്യന്നൂരിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, കണ്ണൂർ വിഷൻ ചാനലിനെ ഈ പയ്യന്നൂർ കാർഷിക വികസന ബാങ്കിൻ്റെ എല്ലാവിധ ഓണാശംസകളും നേരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പയ്യന്നൂരിൻ്റെ കാർഷിക വികസന ബാങ്ക്, പെരുമ്പയിലുള്ള കാർഷിക വികസന ബാങ്കിൻ്റെ മട്ടുപ്പാവിലാണ്. ഇവിടെ ചെണ്ടുമല്ലി കൃഷി ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല, ഗംഭീരമായിട്ടാണ് ഇവർ തയ്യാറാക്കി ചെണ്ടുമല്ലി കൃഷി. അപ്പോൾ ഓണത്തോടനുബന്ധിച്ചിട്ടാണ് ഇവർ ചെണ്ടുമല്ലി കൃഷി ഇവിടെ സംഘടിപ്പിച്ചത്. തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം നമ്മൾ കണ്ടിട്ടുള്ള ജീവിതത്തിൽ വലിയൊരു നഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. മാവേലിയോടൊപ്പം ഇന്നത്തെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ സ്ഥലങ്ങളിലൂടെ പുതിയ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ഈ മാധ്യമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വർഷക്കാലമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബിസിനസ് മേഖലയുള്ള രാജാക്കന്മാരെയാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അത് എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ കാണാം. ആ വ്യക്തികളെയും നല്ല കസ്റ്റമേഴ്സിനെയും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭയങ്കരമായിട്ട് ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പയ്യന്നൂർ പാതാളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ
നിദ്ര കൊള്ളാൻ കഴിയില്ല. ഇല്ല. അപ്പോൾ എന്തായാലും സുന്ദരം മനോഹരം. സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ തലമുറകൾ കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ടോ, അത് പല കാരണങ്ങൾ കൊണ്ടാവാം. അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടിരിക്കുന്ന പ്രിൻസേട്ടൻ ശരിക്കും പറഞ്ഞാൽ കാർഷിക മേഖലയിൽ ഇപ്പോൾ പ്രസിഡന്റ് ആണെങ്കിലും ഗോവിന്ദ് സാറാണെങ്കിലും കാർഷിക മേഖലയിൽ തന്നെ ഒരുപാട് കഴിവ് തെളിയിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അവരിലൂടെ വന്ന ഒരു ഐഡിയ വളരെ സുന്ദരമായിട്ട് ഈ ഒരു ചെണ്ടുമല്ലി കൃഷി ഇവരുടെ ഒരു മട്ടുപ്പാവിൽ മനോഹരമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ചിട്ട് ഇവരൊരു വിൽപ്പന കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓണത്തിൻ്റെ അടുത്ത ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് അവരൊരു വിൽപ്പനയും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതാണ്. എന്തായാലും ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു യാത്ര അവസാനിപ്പിക്കും, തീർച്ചയായും അല്ലേ? എന്തായാലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. മാവേലിയോടൊപ്പം എന്ന പ്രോഗ്രാമുമായിട്ട് തൽക്കാലം വിട പറയുന്നു. ബൈ.